നേരമില്ലാന്ന് പറഞ്ഞ കണക്കാണ് എന്റെ ജീവിതം. ഞാനും കൂടി എന്തെങ്കിലും ജോലിക്ക് പോകുന്ന വെച്ചാൽ അതിന് സമ്മതിക്കൂല. ഇവിടെ കൊച്ചുങ്ങൾക്ക് സ്കൂൾ തുറക്കണം, പിള്ളേരൊക്കെ ബുക്ക് വാങ്ങിച്ചില്ല, ബാഗ് വാങ്ങിച്ചില്ല, യൂണിഫോം തെച്ചില്ല. അങ്ങനെയൊക്കെ അങ്ങനെ വല്ല വിചാരം ഉണ്ടാ? ഏത് സമയം ഇവിടെ കുത്തിരിപ്പാണ് ജോലി. കൂട്ടുകാരോട് വെള്ളം ഒടിച്ചു കിടക്കാൻ ഒരു കുരുവില്ല. നിങ്ങൾ എന്നീ കുടി നിർത്തുന്നോ അന്നേ ഈ വീട് നന്നാവും. ആ തമിഴ്നാട്ടിൽ പിരിവിന് വരുമ്പോഴേ നിങ്ങളെ അങ്ങ് സമാധാനം പറഞ്ഞാൽ മതി. എനിക്കൊരു തന്നെ വായിക്കുന്ന കേൾക്കണമെന്ന് വയ്യ. അവധി പറഞ്ഞതിനൊരു നാണം വേണ്ടേ? നേരം വെളുക്കുമ്പോ അവള് തുടങ്ങും. ചെറുക്കനൊരു മനസമാധാനം കൊടുക്കൂല. എപ്പ നോക്കിയാലും അവള് കൊണോണാന്ന് പറഞ്ഞോണ്ടിരിക്കും. വീട്ടിലിരിക്കുന്ന പെണ്ണുങ്ങൾ ആണുങ്ങൾക്ക് ഒരു മനസമാധാനം കൊടുക്കണ്ടേ? ഓ, ഞാൻ സമാധാനം കൊടുക്കാം. എന്നാ നിങ്ങളൊരു കാര്യം ചെയ്, മോനൊരു തൊട്ടിൽ കെട്ടി അതിട്ടാട്ട് ഒരു പാൽക്കുപ്പിയും കൂടെ വെച്ചു കൊടുക്കണേ. കൂച്ചോണ്ട് കിടന്നങ്ങ് ഉറങ്ങട്ടെ. ഇല്ല വാവ, നല്ലതുപോലെ തൊട്ടിലിട്ട് ആട്ടി തന്നെടി ഞാൻ അവനെ വളർത്തിയത്. അതിന് നിന്റെ ശുപാർശയൊന്നും വേണ്ട. ഓ, കടക്കാര് വരുമ്പോഴേ അമ്മയും മോനും കൂടെ ഇങ്ങനെ അങ്ങ് പറഞ്ഞങ്ങ് വിട്ടാ മതി, കേട്ടാ? അവൻ തന്നെല്ലടി കൊടുക്കണത്, അല്ലാതെ നിന്റെ കുടുംബത്തിൽ നിന്ന് കൊണ്ടുവന്ന് കൊടുക്കണില്ലല്ലോ. എന്റെ കുടുംബത്തിൽ നിന്ന് കൊണ്ടുവന്നൊക്കെ എവിടെ അങ്ങ് പറഞ്ഞു പോയാ? ഓ, കൊണ്ടുവന്ന് തോനെ കുട്ട കണക്കിനല്ലേ ആൾക്കാർ ചുമന്നോണ്ട് വന്നത്. എന്നെ കൊണ്ടൊന്നും പറയരുത്. സംബന്ധം ആലോചിച്ചപ്പോ ഇതൊന്നും അറിഞ്ഞൂടായിരുന്നാ? കൊട്ടക്കണക്കിനൊന്നും കിട്ടൂലെന്ന്. മോന് പെണ്ണ് മാത്രം മതി എന്ന് പറഞ്ഞല്ലേ അന്ന് വന്നത്. ഒരുപാട് കിട്ടുന്നിടത്ത് പോയാൽ കിട്ടിക്കൂടായിരുന്നാ? എന്ത് ആരെങ്കിലും വേണ്ടെന്ന് പറഞ്ഞാ? അതെ, നിന്നെ പെണ്ണാണാൻ വരുന്നതിന് മുമ്പേ നിന്നെക്കാളും സുന്ദരിമാരായ 2-3 പെണ്ണുങ്ങൾ ആലോചന എനിക്ക് വന്നതാ. നല്ല സ്ത്രീധനവും കിട്ടുമായിരുന്നു അല്ലേ? അല്ലാതെ ആ കഥകളൊക്കെ എനിക്കറിയാം. ഒരുത്തന്റെ കൂടെ ഒളിച്ചോടി പോയ പെണ്ണിനെ 2 മാസം കഴിഞ്ഞ് തിരിച്ചു വിളിച്ചോണ്ട് വന്ന് കെട്ടിച്ചു തരാൻ നോക്കിയതല്ലേ? അപ്പൊ സ്ത്രീധനം കൂടെ കിട്ടും. ആ, പുല്ല് വരണതും ഇല്ലല്ലോ. പിന്നെയും കുറെ നോക്കി നടന്നതല്ലേ? ബ്രോക്കർമാര് കുറെ പൈസയും കൊണ്ടുപോയി. കുറെ വീട്ടുകാരുടെ ചായയും മിച്ചറും കേക്കും തിന്നത് മിച്ചം. ഓ, എന്റെ സുരേന്ദ്രമാമ ഒറ്റ ഒരുത്തൻ കാരണമാണ് എനിക്ക് ഗതി വന്നത്. അതിനിപ്പോ ഇവിടെ എന്തൊരു സംഭവിച്ചു? അവൻ നിന്നെ പൊന്നുമല്ലേ നോക്ക